ഹായ് കൂട്ടുകാരി, ഇനി മീൻ മേടിക്കുമ്പോൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. തിരുവനന്തപുരം സ്റ്റൈൽ സ്പെഷ്യൽ മുരിങ്ങക്കായും മാങ്ങായും ചേർത്ത് മൺചട്ടിയിൽ വെച്ച് നല്ല രുചികരമായ മീൻകറിയാണിത്. റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഞാനിവിടെ 1/2 കിലോ മീനാണ് എടുക്കുന്നത്. 2 മാങ്ങ, 2 മുരിങ്ങക്കോല്, 8-10 ഉള്ളി, 1 തക്കാളി, 4 പച്ചമുളക്, കറിവേപ്പില, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 അല്ലി വെളുത്തുള്ളി, അരമുറി തേങ്ങ ആദ്യം തന്നെ ഉരുക്കി വെക്കണം. മാങ്ങയുടെ പുളി അനുസരിച്ച് മാങ്ങ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അത് കഴിഞ്ഞ് പൊടി ഐറ്റംസിലോട്ട് വരാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ഉള്ളിയും ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കാം. കുറച്ച് തരിയായി അരച്ചെടുക്കുന്നതാണ് നല്ലത്. ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുത്ത് ഉപ്പും ചേർത്ത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങായും മുരിങ്ങക്കോലും തക്കാളിയും പച്ചമുളകും ഉള്ളിയും കരിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് ആവശ്യത്തിനായ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ച് ചേർക്കുന്നതാണ് നല്ലത്. കറി കുറുകിയിരിക്കുന്നതാണ് കൂടുതൽ രുചി. ഇത് എല്ലാം ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കറി ഒന്ന് തിളയ്ക്കാൻ വെക്കാം. നന്നായി തിളച്ചതിന് ശേഷം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിക്കാം. എണ്ണ തെളിയുന്നത് വരെ വേവിച്ചെടുക്കാം. കറി ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് കടുക് താളിച്ചെടുക്കാം. അതിനായി അടുപ്പിലോട്ട് ഒരു പാൻ വെച്ച് എണ്ണയൊഴിച്ച് കടുകിട്ട് ഉലുവ ഇട്ട് ജസ്റ്റ് 1 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം കറിവേപ്പിലയും ഉള്ളിയും ഇട്ട് വറ്റൽമുളകും ചേർത്ത് താളിച്ചെടുക്കാം. നമ്മുടെ കറി ഇവിടെ പാകമാകാൻ തുടങ്ങിയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങി. ഇനി താളിച്ച് വെച്ചതും കൂടി അതിലോട്ട് ചേർക്കാം. അപ്പോൾ നമ്മുടെ രുചികരമായ സ്പെഷ്യൽ മീൻകറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ജെനുവൻലി നല്ല രുചിയാണിതിന്. എല്ലാവരും ഒരു തവണയെങ്കിലും റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.